ഇത് DJIയുടെ മാവിക് എയർ 2 എന്ന് പറയുന്ന മോഡലാണ്. അപ്പം ഞാനിപ്പോഴായത് കുറച്ചുകൂടെ ട്രാവൽ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങുന്നത്. ബേസിക് ഫങ്ഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയും ഇമേജസും എടുക്കാം. അതിന് വേണ്ടി വരുന്ന സാധനം ബേസിക് ഡ്രോൺ വേണം. പിന്നെ അതിൻ്റെ റിമോട്ട് കൺട്രോളുണ്ട്. റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വിഷ്വൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റിമോട്ട് കൺട്രോളിൻ്റെ കൂടെ തന്നെ സ്ക്രീൻ വരുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കണം. DJI ഫ്ലൈ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അത് ത്രൂ ആണ് നമുക്ക് ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡ്രോൺ ബേസിക്കലി ഓൺ ആക്കുന്നത് ഒരു പ്രസ് ചെയ്യും, പ്രസ് ചെയ്തിട്ട് ഒരു ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഡ്രോൺ സ്റ്റാർട്ട് ആകുന്നത്. റിമോട്ട് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നതും സെയിം രീതിയിൽ തന്നെയാണ്. ഒരു പ്രസ്, രണ്ടാമതൊരു ലോങ് പ്രസ്. ഡ്രോൺ ഓൺ ചെയ്തു, റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഡ്രോണിൻ്റെ വിഷ്വൽ ഇപ്പോൾ നമുക്ക് മൊബൈലിൽ വരുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ടേക്ക് ഓഫിനുള്ളൊരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടേക്ക് ഓഫ് ആകും. പറത്തിയതിന് ശേഷം 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റിട്ടേൺ ടു ഹോം. അതിൻ്റെ GPS ഫിക്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ബാറ്ററി ലോ ആവുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തും. രണ്ടാമത് മാനുവലി, അതായത് നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് കയ്യിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ ലാൻഡ് ചെയ്യാം. വാട്ടർ ബോഡിയാണ്, നമുക്ക് ലാൻഡ് ചെയ്യാനൊരു സ്ഥലമില്ല. അപ്പോൾ നമുക്ക് കയ്യിലല്ലേ ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളപ്പം കൃത്യമായിട്ടും അങ്ങനെ തന്നെ ലാൻഡ് ചെയ്യാം. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസാണ് DJIയുടെ മാവിക് സീരീസ് എല്ലാം തന്നെ. അല്ലല്ലേ നമ്മുടെ ഇവിടെ ഡ്രൈവറിനോട് പറഞ്ഞു